ഈ ടോക്ക് ആൻഡ് ഫോഴ്സ് എന്നുള്ള ബോർഡ് മഞ്ചേരി ബൈപ്പാസ് കൂടെ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിറയെ കളർ ബൾബൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളർ ബൾബുകളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നിറയെ ചെടികളൊക്കെ വെച്ച് നല്ല വൈബുള്ളൊരു സ്ഥലം. നല്ലൊരു ഈവനിങ് നല്ല എൻജോയ് ചെയ്ത് നല്ലൊരു കോഫിയോ ക്യാപ്പിച്ചിനോയോ ഒരു ബർഗറോ അല്ലെങ്കിൽ കുറച്ച് മോമോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊരാഗ്രഹം തോന്നുകയാണെങ്കിൽ ഇതാണ് അതിന് പറ്റിയ സ്പോട്ട് കേട്ടോ. ഈ ടോക്ക് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് നമുക്കിങ്ങനെ ഈ സുൽത്താൻ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞ ആ പുതിയ ഹോട്ടലില്ലേ, ചിരിപ്പടി ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് നമുക്കിങ്ങനെ കാണാം. എപ്പോഴും അവിടെ കുറച്ച് കാലമായിട്ട് ഭയങ്കര ആൾക്കൂട്ടം ഇങ്ങനെ കാണാം കേട്ടോ. ഇതാണ് അവിടുത്തെ സ്നാക്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല കോഴിമുട്ടയുടെ റോസ്റ്റും കാടമുട്ട റോസ്റ്റ്, സമൂസ, ചട്ടിപ്പത്തിരി, കട്ട്ലറ്റൊക്കെ കാണാം കേട്ടോ. ഒരു 7:30 മണിയൊക്കെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് സ്നാക്സൊക്കെ അന്നത്തെ തീർന്നിട്ടുണ്ട്. ഇതവർ ലൈവായിട്ട് പാറ്റി ഉണ്ടാക്കുക. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പാറ്റി ഒന്നും ഫ്രോസൺ അല്ല യൂസ് ചെയ്യുന്നത്, ഇവരിങ്ങനെ തവ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് പാറ്റി ആണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തവ ഫ്രൈ ചെയ്ത ബർഗർ, ബീഫ് ബർഗറൊക്കെ അവിടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ കുറേ വെറൈറ്റി മോമോസ് ഉണ്ട് കേട്ടോ. മുകളിലും താഴെയായിട്ട് 2 ഫ്ലോർ ഉണ്ട്. നല്ല ആംബിയൻസ് ഉള്ള നല്ല ലൈറ്റിങ്ങും ഇങ്ങനെ ഓടൊക്കെ ഇട്ട് ഒരു പഴയ രീതിയിൽ നല്ല ഡിം ലൈറ്റൊക്കെ ആയിട്ട് നല്ല വൈബിലാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. മെനു ഒന്ന് തുറന്ന് നോക്കിയിട്ടോ, ഞങ്ങൾ മുകളിലൊരു സീറ്റൊക്കെ കിട്ടി. അപ്പോൾ കുറേ വെറൈറ്റി മോമോസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റീംഡും ഫ്രൈഡും മാത്രമല്ല, ഡൈനാമൈറ്റ്, ലെമൺ ഹണി എന്നൊക്കെ പറഞ്ഞ ഒരു വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ഒരുപാട് ചാട്സും പാനിപൂരിയും ദഹി പൂരിയും പപ്പടി ചാട്ടും പിന്നെ കുറേ സാൻഡ്വിച്ചസ്, ബർഗേഴ്സ്, കുറേ സാമോൺസ്, പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കുറേ മാക് ചീസ്, ഹോട്ട് മസാല പാസ്ത, അങ്ങനെ കുറേ പാസ്ത ഐറ്റംസും ഉണ്ട്. കുറേ ഷേക്സ്, ഫ്രൂട്ട് ജ്യൂസും സ്മൂത്തി, മൊജിറ്റോസും അങ്ങനെ കുറേ ഫാൻറ്റസി ഷേക്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി മെനു ആണ്. സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ കുർക്കുറേ ഫ്രൈസ് പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കുർക്കുറേ ഫ്രൈസ് നല്ല ക്രിസ്പിയാണ്, നല്ല ക്രഞ്ചിയാണ്. അതിന് കുറേ കുർക്കുറേൻ്റെ കുറേ മസാല അവരിങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടപ്പം പോലെ തീരുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഫ്രൈസ് നല്ല ക്രിസ്പി ആയതുകൊണ്ടും ആ കുർക്കുറേൻ്റെ ആ ഫ്ലേവർ നല്ല സൂപ്പർ ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫ്രൈസുമായിട്ട് നന്നായി ചേർന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചൂടപ്പം പോലെ തീരുക എന്ന് പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈസ് ഫുള്ള് തീർന്നു. എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചത് തീർത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള കാരണം തന്നെ പെട്ടെന്ന് തന്നെ സാധനം തീർന്നു. പിന്നെ നമ്മൾ എല്ലാ വെറൈറ്റീസും അവിടെ ഒന്ന് ട്രൈ ചെയ്യണം, അത് തന്നെ തീരുമാനിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം അവിടുത്തെ മാക് ചീസ് ആയിരുന്നു കേട്ടോ. മാക് ചീസ് എന്ന് പറയുന്നത് മക്രോണിയാണ്. പാസ്തയുടെ തന്നെ ഒരു മക്രോണി ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ മക്രോണി ഷേപ്പിലുള്ള ആ മാക് ചീസ് ഓർഡർ ചെയ്തു. ഇത് പിന്നെ ഒരു വെജ് ബർഗർ ഓർഡർ ചെയ്തു. പിന്നെ അവരുടെ ആ ബീഫ് പാറ്റി ഉണ്ടാക്കേണ്ടിയിരുന്നല്ലോ തവയിൽ, അപ്പോൾ ആ തവ ബീഫ് ബർഗറും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. ഇത് ആണ് വെജ്. റീവിൻ്റെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒരു വെജ് ബർഗർ ഓർഡർ ചെയ്തു. അത് ബന്നൊക്കെ നല്ലൊക്കെ ക്രിസ്പി ആയിട്ട് കണ്ടോ, ആ ഗ്രില്ലൊക്കെ ചെയ്ത് ഗ്രില്ലിൻ്റെ പാറ്റേണൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഉള്ളിൽ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിൽ നിറയെ മയോണൈസും നല്ലൊരു വെജ് പാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അവർ പാറ്റീസൊക്കെ അവരുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്, ഫ്രോസൺ പാറ്റീസ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, ഇവർ തന്നെ ഉണ്ടാക്കുന്ന പാറ്റീസാണെന്ന് പറഞ്ഞ്. നിറയെ മയോണൈസൊക്കെ ആയിട്ട് നല്ല ക്രീമി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. റിയുവിന് നല്ല ഇഷ്ടമായി. അങ്ങനെ അവന് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ ഇത് നമ്മുടെ ഈ ബീഫ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, താഴെ ഒരു പാറ്റി ഉണ്ടാക്കുന്ന ആ തവ ഫ്രൈഡ് ആയിട്ടുള്ള ബീഫ് ബർഗറാണ്. നല്ല ചീസ്, നല്ലൊരു ലെയർ ചീസും കുറച്ച് വെജീസൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ആ ബർഗർ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബർഗേഴ്സൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ. രണ്ടും മോശമില്ല, നല്ല തന്നെയെന്ന് പറയാം. നല്ല അടിപൊളിയായിരുന്നു. ബീഫ് സ്പെഷ്യലി പറയണം, ആ തവ ബീഫ് ബർഗർ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാക് ചീസ് വന്നു. മാക് ചീസ് എന്ന് പറഞ്ഞാൽ ഈ മെക്രോണി, ഈ പാസ്ത പോലെ തന്നെ ഒരു ചീസും വൈറ്റ് സോസും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. കുറേ ഷ്രെഡഡ് ചിക്കനും ഇട്ടിട്ടുണ്ട്. ഒരു 3-4 ഒലീവ്സൊക്കെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല അട്രാക്റ്റീവ് ലുക്കാണ്. കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കിയപ്പോഴും അതെ കൊള്ളാട്ടോ, നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. നല്ല ചീസിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ നല്ല സ്പൈസിയാണ്. പെപ്പറും പിന്നെ കുറേ ഈ പാസ്ത സോസും എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ഈ പാസ്ത പൗഡറൊക്കെ കുറേ മുകളിൽ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒലീവ് നല്ല സോൾട്ടഡ് ഒലീവാണ് കേട്ടോ. അങ്ങനെ ഒലീവിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ആ മക്രോണിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. ഇവരിത് സെർവ് ചെയ്ത പാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഹാൻഡിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ബൗൾ കേട്ടോ. ശരിക്കും നൂഡിൽസും പാസ്തയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ബൗളാണ്. വീട്ടിലേക്ക് 2-3 ബൗൾ ഇങ്ങനത്തെ വാങ്ങണമെന്നത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള ബൗള്, നല്ല അടിപൊളി കണ്ട ഒരു ബ്ലാക്ക് ആയിട്ടുള്ള റിങ്ങും ഒരു ഹാൻഡിലൊക്കെ ഉള്ള ഒരു ബൗളാണ്. പിന്നെ നമ്മുടെ മോമോസ് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കിഡിലൻ ഷെസ്വാൻ മോമോസ്. നല്ല സ്പൈസിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 2 സോസ്, ഷെസ്വാൻ സോസും വൈറ്റ് സോസും ഒക്കെ സൈഡിൽ. ഈ പാത്രം അതെ നല്ല അടിപൊളി പാത്രമല്ലേ, നല്ല നീളത്തിൽ ഒരു ഫിഷിൻ്റെ ഷേപ്പിലുള്ള പാത്രം. 2 സൈഡിൽ ഇങ്ങനെ സോസിനും ഡിപ്സിനും ഒക്കെ വെക്കാൻ വേണ്ടി കറക്റ്റായിട്ടൊരു കുഴിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൗൾ കേട്ടോ. നല്ല സ്പൈസിയാണ്. ഇതും ഫ്രോസൺ മോമോസ് അല്ല, ഇവർ തന്നെ ഉണ്ടാക്കുന്ന മോമോസാണ്.
നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി, ഉള്ളിൽ നല്ല ചിക്കനും വെജീസൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്തത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ നല്ല എരിവാണ്, നല്ല സ്പൈസിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സാധനം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മൊമോസൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് തന്നെ തീർന്നു. കണ്ടോ, നല്ല ഫ്രഷ് വെജീസ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കാണാം. ചിക്കനും നല്ല ഫില്ലിംഗ് ആണ്, കുറച്ച് വെജിറ്റബിൾസും കൂടുതൽ ചിക്കനും ആയിട്ടാണ്. നല്ല അടിപൊളി ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ അടുത്ത ചാട്ട് ഐറ്റം വന്നു പാനിപൂരി. പിന്നെ നല്ല ഫ്രഷ് ലൈമും പറഞ്ഞിരുന്നു. ഫ്രഷ് ലൈമിന് ഒരു ഓറഞ്ചിൻ്റെ കളർ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഇട്ടിട്ടുണ്ട് തോന്നുന്നു അടിച്ചപ്പോൾ. പക്ഷെ നല്ലൊരു നാരങ്ങയുടെ സ്ലൈസൊക്കെ സൈഡിൽ വെച്ച് നല്ല ഭംഗിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടോ. പാനിപൂരിയുടെ മുകളിൽ കുറേ ആ സേവ് ഉണ്ടല്ലോ, അവരിട്ട ആ സേവ് നമ്മുടെ സാധാരണ മിക്സ്ചറിൻ്റെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. നമ്മളൊരു ഓർഡിനറി മിക്സ്ചർ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത്, അതാണോ ഇട്ടേക്കുന്നതെന്നൊരു സംശയമുണ്ട്. വലിയൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഈ ആദ്യം നമ്മൾ മിൻറ്റ് ചട്നി കൂട്ടിയൊന്ന് കഴിച്ചു, കുഴപ്പമില്ല. മിൻറ്റ് ചട്നി അതെ ഭയങ്കര വെള്ളം പോലെയാണ്, ശരിക്കുള്ള കുറച്ച് ഭയങ്കര തിന്നാണ്, ഭയങ്കര വെള്ളം പോലെ. കുറച്ചും കൂടി കട്ടി വേണമായിരുന്നു. ടാമറിൻ്റെ ചട്നി അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റാണ്, നല്ല ഫ്ലേവറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും നോർത്തിലൊക്കെ പോയി കഴിക്കുന്ന പാനിപൂരിയുടെ ടേസ്റ്റ് ഇല്ല. അപ്പോൾ പാനിപൂരിക്ക് നമ്മൾ അത്ര മാർക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴത്തതിന്. ഈ വെജ് ചിലപ്പോൾ ചില ഇങ്ങനത്തെ ഷോപ്പുകളിൽ, ഈ ബർഗേഴ്സും ഇതൊക്കെ ഉള്ള ഷോപ്പുകളിൽ ഈ പാനിപൂരിയൊന്നും ചിലപ്പോൾ അത്ര നന്നാവില്ല. ശരിക്കുള്ള നോർത്ത് ഇന്ത്യൻ ഷോപ്പിൽ അല്ലെങ്കിൽ പ്യുവർ വെജ് ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല പക്കാ പാനിപൂരി കഴിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ സ്റ്റീംഡ് മോമോയും കൂടി ഓർഡർ ചെയ്തിരുന്നുണ്ടോ. അത് അവരിങ്ങനെ ലെറ്റ്യൂസൊക്കെ കട്ട് ചെയ്ത് ചുറ്റും ഡെക്കറേറ്റ് ചെയ്തിട്ടിട്ടൊക്കെയാണ് കേട്ടോ സെർവ് ചെയ്ത്. അതും ഈ 2 സോസിലൊക്കെ മുക്കി ഡിപ്പ് ചെയ്ത് കഴിക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മോമോസൊക്കെ അവിടെ നിന്ന് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഏതായാലും സൂപ്പർ മോമോസാണ് കേട്ടോ. ഞങ്ങൾ 2 ഫ്ലേവറാണ് ട്രൈ ചെയ്തത്, സ്റ്റീംഡും ഷെസ്വാനും. അത് രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ അവരുടെ സൗദി ഷേക്കിൻ്റെ അടിയിൽ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒരു സൈഡിലാക്കിയിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. മുകളിൽ സൗദിയും. എല്ലാ ഷേക്കും അങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ വേറെ 1-2 ഓർഡർ ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ അവരിങ്ങനെ ഫസ്റ്റ് സ്ക്വീസ് ചെയ്തിട്ട് അതിനകത്താണ് വെക്കുന്നത് കേട്ടോ. ഈ സൗദി ഒക്കെയാണ്, അടിപൊളിയാണ്. പിന്നെ ഇത് അവിടുത്തെ ചോക്ലേറ്റ് ഐസ്ക്രീം, അതും ചോക്കോ ചിപ്സൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ട്. ഒരു ഓർഡിനറി സാധാരണ നമ്മളെല്ലായിടത്തും വാങ്ങുന്ന ഏതോ ഒരു കമ്പനി ഐസ്ക്രീമാണ് അത്. എന്തായാലും അവരുണ്ടാക്കിയ ഐസ്ക്രീമൊന്നുമല്ല, കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ അവരുടെ ചിക്കു ഷേക്കും ഇതുപോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ സൗദി ഷേക്കിൻ്റെ പോലെ തന്നെയാണ്. ഇതിലൊരു കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ്. ചിക്കു നല്ല ഫ്രഷ് ആണെന്നുള്ളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ നല്ലൊരു ഈവനിങ്ങിൽ നന്നായിട്ട് എന്തെങ്കിലും സ്നാക്സും ജ്യൂസും ബർഗേഴ്സോ സാൻഡ്വിച്ചോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ചേരിയുള്ളവർക്കും ഇതിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ടോപ്പ് ആൻഡ് ഫോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് അവിടെ കയറി ട്രൈ ചെയ്യണം. കുറേ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? നല്ല സൂപ്പർ സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വാച്ച് ചെയ്തതിനും വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ താങ്ക് യു.